ഇനി ഇതൊരു നിരപരാധി ജയിലിൽ കിടക്കേണ്ടി വന്ന സംഭവമാണ്. വയനാട് മുള്ളംകൊല്ലിയിൽ വീട്ടിൽ നിന്ന് തോട്ടകളും ചാരായവും ഒക്കെ പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ തങ്കച്ചൻ നിരപരാധിയാണ് എന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു. സംഭവത്തിലെ യഥാർത്ഥ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻ വീട്ടിൽ പ്രസാദാണ് കാറിനടിയിൽ തോട്ടകളും ചാരായവും ഒക്കെ വെച്ചതെന്ന് പോലീസ് കണ്ടെത്തി. പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് 17 ദിവസമാണ് തങ്കച്ചൻ ജയിലിൽ കഴിഞ്ഞത്. പോലീസുകാർ കൃത്യമായി ഇടപെട്ടെങ്കിലും ഇങ്ങനെ നിരപരാധി ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതാരാ ഇത് വിളിച്ചു പറഞ്ഞതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കള്ളക്കേസാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ ചേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പോലീസുകാർ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അന്ന് ചേട്ടയ്ക്ക് ജാമ്യം കിട്ടിയാണ്. ഇത് ഈ സംഭവം ചേട്ടയ്ക്ക് കൊണ്ടുവെക്കാനാണെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഞങ്ങൾക്ക് പഴയ വീടുണ്ട്, തൊഴുത്തുണ്ട്, ആട്ടുംകൂടുണ്ട്, പഴയ ബാത്റൂമുണ്ട്, എവിടെയൊക്കെ കൊണ്ടുവെക്കാം. ഇത് തുറന്ന സ്ഥലത്തുമാണ് കൊണ്ടുവെക്കേണ്ടത്. ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പെടുത്താൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്ത കള്ളക്കേസാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ചേട്ടനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം എല്ലാവരുടെയും കൂടെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നതാണ്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, ഒരു ചെയ്യാത്ത തെറ്റിന് 10-17 ദിവസമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും തകർന്ന് പോകുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ അത് ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നുകൂടി പറയുമ്പോൾ അത് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? എങ്ങനെ ഈ സത്യം പുറത്തു വന്നു? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ്? തങ്കച്ചൻ്റെ ദിവിഷ് മണി, തങ്കച്ചനെ ഇപ്പോൾ ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ടുണ്ട്. അതായത് ഈ പുൽപ്പള്ളി പോലീസ് തന്നെ തങ്കച്ചൻ നിരപരാധിയാണ് എന്ന് പറയുകയും യഥാർത്ഥ പ്രതിയായിട്ടുള്ള പ്രസാദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ഒരു അപേക്ഷ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുൽപ്പള്ളി പോലീസ് തന്നെ അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് 17 ദിവസത്തിന് ശേഷം തങ്കച്ചനെ ഇപ്പോൾ ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇവരുടെ ഭാര്യയടക്കം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിലെ ഒരു വിഭാഗം, പുൽപ്പള്ളി കോൺഗ്രസിലെ ഒരു വിഭാഗം പകപോക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ രീതിയിൽ ഒരു പണി ചെയ്തത് എന്നാണ് ഭാര്യയടക്കം ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് പറയുന്നത്. അതിൽ തന്നെ ഈ തങ്കച്ചന്റെ വീട്ടിലെ കാറിന്റെ പോർച്ചിൽ നിന്നും, കാർ നിർത്തിയിടുന്ന പോർച്ചിൽ നിന്നാണ് ഈ രീതിയിൽ ചാരായമൊക്കെ കണ്ടെടുത്തത്. അത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങോട്ട് എത്തിയത് എന്നായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ അന്വേഷണത്തിൽ പോലീസിനെ ഈ വിഷയം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ആളെ അടക്കം ഇപ്പോൾ സംശയിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. പോലീസ് ഈ വിളിച്ച വന്ന ഫോൺ കോൾ അടക്കം ഇനി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 17 ദിവസം വൈത്തിരിയിലെ ജയിലിൽ അടച്ചു എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്തായാലും നിരപരാധിത്വം തെളിയിച്ച് നിരപരാധിത്വം അറിഞ്ഞതോടുകൂടി പോലീസ് തന്നെ ഇടപെട്ട് ഇവരെ ജയിലിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രസാദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് കുറെ കൂടെ രാഷ്ട്രീയമായ രീതിയിലേക്കാണ്. പുൽപ്പള്ളിയിലെ കോൺഗ്രസിൽ വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. ആ പകപോക്കലിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു കള്ളക്കേസിൽ തങ്കച്ചനെ കുടുക്കിയത് എന്നുമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പി പ്രസാദ് എന്ന് പറയുന്ന ഇയാൾ കർണാടകയിൽ പോയി മദ്യം വാങ്ങി, ആ മദ്യം വാങ്ങിയതിനു ശേഷമാണ് കാറിന്റെ അടിയിൽ ഒളിപ്പിച്ചത്. ആ മദ്യം വാങ്ങിയതിന്റെ ഗൂഗിൾ പേ ബില്ലടക്കം പോലീസ് തെളിവായി ശേഖരിച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രസാദ് മാത്രമല്ല, പ്രസാദിനെ കൂടാതെ കൂടുതൽ പ്രതികൾ ഈ സംഭവത്തിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അതിന്റെ ആദ്യ പ്രാഥമികമായ പരിശോധന വേണ്ടത്ര ഗൗരവത്തോടെ നടത്താത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിരപരാധിയായ ഒരു മനുഷ്യൻ 10-17 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. വൈകി എന്തെങ്കിലും സത്യം പുറത്തു വന്നത് ആശ്വാസം. പക്ഷേ ഒരു പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ ഇങ്ങനെ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിലേക്കൊക്കെ എത്തിച്ചാൽ അവരൊന്നും ഒരു തരത്തിലും പൊതുപ്രവർത്തനത്തിന് യോഗ്യരല്ല എന്ന കാര്യവും വ്യക്തമാണ്. വൈകിയെങ്കിലും പോലീസിന് സത്യം വെളിപ്പെട്ടില്ല. അത് തന്നെ ഭാഗ്യം.